Dear students, molecular basis of inheritance നെക്സ്റ്റ് ടോപ്പിക്കാണ് ജനറ്റിക് കോഡ്. നമ്മൾ ആദ്യം തന്നെ ഇത് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സെൻട്രൽ ഡോഗ്മയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പഠിച്ചിരുന്നത് എന്തായിരുന്നു? DNA നിന്ന് RNA ഉണ്ടാകുകയും RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. DNA നിന്ന് DNA ഉണ്ടാകുന്നതിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്നും DNA നിന്ന് RNA ഉണ്ടാകുന്നതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിരുന്നു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലേ, ആ ഒരു സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ നിന്ന് RNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ നടത്തുകയും അങ്ങനെ RNAയിലുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രോട്ടീനിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ DNAയിലിരിക്കുന്ന ഇൻഫർമേഷൻ RNAയിലേക്ക് പകർത്തി എഴുതുകയാണ് അല്ലേ. അപ്പോൾ പകർത്തി എഴുതുന്ന സമയത്ത് എന്തായിരുന്നു അവിടെ നടന്നതെന്നൊക്കെ നമ്മൾ പ്രോസസ്സുകളെല്ലാം പഠിച്ചിരുന്നു. DNA അൺവൈൻഡ് ചെയ്യുകയും RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ഒരു mRNA സിന്തസിസ് നടക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായ mRNA ആണ് മെസ്സേജ് ക്യാരിയിങ് mRNA എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ മെസ്സേജ് ഉപയോഗിച്ചുള്ള ആ ഒരു സീക്വൻസിനനുസരിച്ചാണ് ഇനി അതിൻ്റെ അകത്തെ മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ പോകുന്നത് അല്ലേ. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ DNAയിലിരിക്കുന്ന ഇൻഫർമേഷൻ RNAയിലേക്ക് പോയത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇതിൻ്റെ അകത്തെ ബേസ് പെയറുകളുടെ സീക്വൻസിനനുസരിച്ചുള്ള ഒരു സീക്വൻസ് ആയിരുന്നു mRNAയിൽ ഉണ്ടാകുകയും ആ mRNAയിലെ സീക്വൻസിനനുസരിച്ചാണ് ഇനി നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ പോകുന്നത്. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ജനറ്റിക് കോഡ്. അപ്പോൾ ജനറ്റിക് കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം mRNAയിൽ ഒഴിക്കുന്ന സീക്വൻസുകൾ എങ്ങനെയാണ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്? ഇനി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് പോളിപെപ്റ്റൈഡ് അല്ലേ. അപ്പോൾ ആ പോളിപെപ്റ്റൈഡ് അല്ലേ പ്രോട്ടീൻ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചറൽ യൂണിറ്റുകളാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ ഒരു അമിനോ ആസിഡ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ mRNAയിലിരിക്കുന്ന സീക്വൻസിലെ കോഡുകൾ അനുസരിച്ചാണ് ആ അമിനോ ആസിഡുകൾ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ കോഡുകൾ എന്താണ്, ഒരു അമിനോ ആസിഡിനെ എങ്ങനെയാണ് ഈ ബേസുകൾ കോഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് mRNAയുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. mRNAയിൽ ഒരു 5' എൻഡും ഒരു 3' എൻഡും ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിലെ ബേസുകളുടെ അനുസരിച്ചാണ് ജനറ്റിക് കോഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ജനറ്റിക് കോഡെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതായിരുന്നു mRNAയുടെ ഒരു സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു പീസ് ഓഫ് RNA ആണ്, മെസ്സേജ് ക്യാരിയിങ് RNA ആണ് mRNA എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നിരന്ന് എന്തിരിക്കുകയാണ്? നൈട്രജൻ ബേസുകളാണ് അല്ലേ. mRNA ആകുമ്പോൾ നമുക്കറിയാം അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആണ് വരുന്നത്. തൈമിൻ വരത്തില്ലല്ലോ, RNA ആയതുകൊണ്ട് തൈമിന് പകരം യുറാസിലാണ് വരുന്നത്. അപ്പം മെസ്സഞ്ചർ RNA ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ മെസ്സഞ്ചർ RNAയിൽ നിന്ന് വേണം നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോട്ടീൻ നിർമ്മിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ mRNAയിലുള്ള കോഡുകളെക്കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ എന്താണ് ഈ ജനറ്റിക് കോഡെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ച ആളാണ് ജോർജ് ഗാമോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഇറ്റ് വാസ് ജോർജ് ഗാമോ, എ ഫിസിസിസ്റ്റ്, who argued that since there are only 4 bases and if they have to code for 20 amino acid, the code should constitute a combination of bases. നമുക്ക് ഓൾറെഡി അറിയാം mRNA എന്ന് പറയുന്നത് അല്ലെ RNA എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്ര ബേസുകളേ ഉള്ളൂ? 4 ബേസുകളേ ഉള്ളൂ അല്ലേ. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇത് തന്നെ പല സീക്വൻസുകളിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. നമ്മൾ ഓരോ mRNA എടുക്കുമ്പോഴും ഈ സീക്വൻസിന് വ്യത്യാസങ്ങൾ വരും അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ഈ സീക്വൻസ് നിർമ്മിച്ചിരിക്കുന്നത് ആകെ 4 ബേസുകൾ കൊണ്ടാണ് അല്ലേ. അതെന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്
അമിനോ ആസിഡുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, അമിനോ ആസിഡുകളാണ് ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോട്ടീനുകൾ, ഒരു ലിവിങ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്ന 20 തരം അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ 20 തരം അമിനോ ആസിഡുകളെ കോഡ് ചെയ്യാൻ നമുക്ക് 4 ബേസസ് ആണുള്ളത്. അപ്പോൾ ആ 4 ബേസസിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഈ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ദ കോഡ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോമ്പിനേഷൻ ഓഫ് ബേസസ്. ഈ 4 ബേസസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ 20 അമിനോ ആസിഡിന് കോഡുകൾ കണ്ടുപിടിക്കുന്നതെന്നുള്ള ടെക്നിക്ക് കണ്ടുപിടിച്ച ആളാണ് ജോർജ് ഗാമോ. അപ്പോൾ ജെനറ്റിക് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ജെനറ്റിക് കോഡ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ജോർജ് ഗാമോ എന്നുള്ള പേര് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചിരിക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ് ജോർജ് ഗാമോ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നോക്കാം. He suggested that in order to code for all 20 amino acids, the code should be made up of 3 nucleotides. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച് 20 അമിനോ ആസിഡ് ആണല്ലോ ലിവിങ് സിസ്റ്റത്തിലുള്ള. അപ്പം ആ 20 അമിനോ ആസിഡുകളെ കോഡ് ചെയ്യാൻ ആ കോഡുകൾ എങ്ങനെയായിരിക്കണം? 3 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള കോഡുകളായിരിക്കണം. അപ്പം നമുക്ക് 4 ബേസസ് ആണുള്ളത്. അപ്പോൾ ആ 4 ബേസിൻ്റെ ന്യൂക്ലിയോടൈഡിൻ്റെ പല കോമ്പിനേഷൻ. ഇപ്പം നമുക്ക് അറിയാം AGU എന്നൊരു കോമ്പിനേഷൻ, വേറൊരു കോമ്പിനേഷൻ പറയാം GUC. ഇപ്പം 4 ബേസ് വെച്ച് നമുക്ക് പല കോമ്പിനേഷനിലുള്ള 3 വീതമുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് 20 അമിനോ ആസിഡിന് വേണ്ടി നമുക്ക് കോഡുകൾ കണ്ടുപിടിക്കാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി. ദിസ് വുഡ് ജനറേറ്റ് 64 കോഡോൺസ്. അതായത് നമുക്ക് 4 ബേസുകളാണ്, 4 ബേസസ് വെച്ച് 4 ബേസ് ഉണ്ട്. ആ 4 ബേസ് വെച്ച് നമ്മൾ 3 ബേസിൻ്റെ ഒരു കോഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പല കോമ്പിനേഷൻ വരത്തില്ലേ. ഇപ്പം നിങ്ങൾ ഇവിടെ വരെ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം. ഇപ്പം AGU എന്നൊരു കോഡാണെന്ന് വിചാരിക്കുക. അടുത്ത കോഡ് വരുമ്പോൾ AUC എന്നൊരു കോഡ് ഉണ്ടാക്കാം. പിന്നെ വേറൊരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ AGC എന്നാക്കാം, അല്ലെങ്കിൽ UGA തിരിച്ച്. അപ്പോൾ ഈ 4 ബേസ് വെച്ച് നമുക്ക് പല 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 കോഡുകൾ ഇതിൻ്റെ അകത്തുനിന്ന് കോമ്പിനേഷൻസിൽ ഉണ്ടാകാം. ആ കോമ്പിനേഷനാണ് നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്ന പോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴി 4:3, അതായത് 4 ബേസസ് വെച്ച് 3 കോഡുകൾ കണ്ടുപിടിക്കുക. അങ്ങനെ വെക്കുമ്പം നമുക്ക് എത്ര കോഡുകൾ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്? 4x4x4 എന്ന് പറയുമ്പോൾ 64 കോഡുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാൻ ഒന്നുകൂടി നമുക്ക് അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആരാണെന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ജോർജ് ഗാമോ ആണ് ജെനറ്റിക് കോഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടി എത്ര കോഡുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു? 64 കോഡുകൾ കണ്ടുപിടിച്ചു. ദിസ് വുഡ് ജനറേറ്റ് 64 കോഡോൺസ് ഫോർ കോഡിംഗ് 20 അമിനോ ആസിഡ്സ്. Providing proof that the codon was triplet was a difficult task. നമ്മളിവിടെ പറഞ്ഞു 3 വീതമുള്ള കോഡുകളെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു അല്ലേ. ഇതൊരു 3, ഇത് 3, ഇങ്ങനെ 3 വീതമുള്ള കോഡുകളാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു പ്രൂഫ് ഒന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്രൂഫ് ഒന്നും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ വന്നു. പിന്നീടാണ് ഹർഗോവിന്ദ് ഖൊറാന എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഹി വാസ് ആൻ ഇന്ത്യൻ, നമ്മുടെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം നോബൽ പ്രൈസ് 1922 അദ്ദേഹത്തിന് നോബൽ പ്രൈസൊക്കെ കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? ഡെവലപ്ഡ് എ കെമിക്കൽ മെത്തേഡ് ഫോർ സിന്തസൈസിങ് RNA മോളിക്യൂൾ വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. അദ്ദേഹം ഒരു കെമിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് RNA മോളിക്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി. അദ്ദേഹം ആ ഒരു ജെനറ്റിക് കോഡ് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്? ഹി സിന്തസൈസ്ഡ് ആൻ RNA മോളിക്യൂൾ. ഇനി മറ്റൊരു ശാസ്ത്രജ്ഞനാണ് മാർഷൽ നിറൻബർഗ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു സെൽ ഫ്രീ സിസ്റ്റത്തിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്തി. ഫൈനലി ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ജെനറ്റിക് കോഡ്. അതുപോലെ ഇദ്ദേഹവും ഒരു സെൽ ഫ്രീ സിസ്റ്റത്തിൽ, സെൽ ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ലബോറട്ടറിയിൽ ആയിട്ട് അദ്ദേഹം ടെസ്റ്റ് ട്യൂബ് പോലുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ ഉള്ളിൽ വെച്ച് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സൊക്കെ നടത്തി ഒരു പ്രോട്ടീൻ നിർമ്മാണം നടത്തി, ട്രാൻസ്ക്രിപ്ഷൻ നടത്തുകയും ആ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുകയും ചെയ്ത ഒരു പരീക്ഷണം ഇദ്ദേഹം നടത്തി.
മാർഷൽ നിരൻബർഗ്. പിന്നെ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് സിവേറോ ഒക്കാവ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം സിവേറോ ഒക്കാവ എൻസൈം, അതായത് ആ എൻസൈമിൻ്റെ ശരിക്കുള്ള പേര് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്നുള്ള ഒരു എൻസൈം കണ്ടുപിടിക്കുകയും വാസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ പോളിമറൈസിങ് RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസ്. RNA പോളിമറൈസ് ചെയ്യാൻ വേണ്ടി, RNA സിന്തസൈസ് നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ശാസ്ത്രജ്ഞർ, ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുന്ന ആളും മാർഷൽ നിറൻബർഗും സിവേറോ ഒക്കാവ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ഇവരുടെ 3 പേരുടെയും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, പ്രോട്ടീൻ കണ്ടുപിടിച്ചു, RNA കണ്ടുപിടിച്ചു, RNA പോളിമറൈസ് എൻസൈംസ് കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല പരീക്ഷണങ്ങളിൽ നിന്നൊക്കെയാണ് ലാസ്റ്റിൽ എന്ത് കണ്ടുപിടിച്ച് ജനറ്റിക് കോഡ് എന്താണെന്നുള്ളത് പ്രൂഫായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എന്താണ് ജനറ്റിക് കോഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. The sequence of nucleotide in the mRNA which contain the information for protein synthesis is known as genetic code. എന്താണ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ the sequence of nucleotide in the mRNA which contain the information for protein synthesis is known as genetic code. ഓൾറെഡി ഞാൻ പറഞ്ഞു, mRNAയിലുള്ള സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡുകളാണ് അല്ലേ. mRNAയിലുള്ള സീക്വൻസുകൾ എന്ന് പറയുന്നത് 3 വീതമുള്ള നൈട്രജൻ ബേസുകൾ, അല്ലെങ്കിൽ നമ്മൾ ആ നൈട്രജൻ ബേസുകളെ ന്യൂക്ലിയോടൈഡുകൾ എന്നാണ് പറയുന്നത് അല്ലേ. യുറാസിൽ, യുറിഡീൻ, നമ്മൾ അഡിനോസിൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, സൈറ്റിഡീൻ എന്നൊക്കെ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡുകൾ 3 വീതമുള്ള ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ന്യൂക്ലിയോടൈഡ്സ് എന്ത് ക്യാരി ചെയ്യുന്നു എന്നാണ് പറയുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കോഡുകളെയാണ് നമ്മൾ ജനിതക കോഡുകളെന്ന് പറയുന്നത്. ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ദ mRNA which contains the information for protein synthesis is known as genetic code. അപ്പം ജനറ്റിക് ഇൻഫോർമേഷൻ ആണ് അല്ലേ, ഫോർ പ്രോട്ടീൻ സിന്തസിസ് is called genetic code. The genetic information is written in coded language in the form of triplet codon. ഇതെങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 ബേസുകളാണ് നമ്മൾ അതിൻ്റെ ലാംഗ്വേജ്, കോഡഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ കോഡഡിൽ 3 ന്യൂക്ലിയോടൈഡ് ഉള്ളത് കൊണ്ടാണ് അതിനെ ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറയുന്നത്. 3 ലെറ്റേഴ്സ് ഉണ്ട്. ദ സീക്വൻസ് ഓഫ് 3 ബേസസ് ഡിറ്റർമിനിങ് ദ സിംഗിൾ അമിനോ ആസിഡ് ഈസ് കോൾഡ് കോഡോൺ. അപ്പോൾ ഈ ഒരു 3 ട്രിപ്ലറ്റ് കോഡുകൾ എന്തിനെ കോഡ് ചെയ്യുന്നു? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? കോഡോൺ എന്ന് വിളിക്കുന്നത്. ദ സീക്വൻസ് ഓഫ് 3 ബേസസ്, 3 ബേസസ് ഡിറ്റർമിനിങ് എ സിംഗിൾ അമിനോ ആസിഡ്. ഒറ്റ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ എത്ര ബേസുകൾ വേണം? 3 ബേസുകൾ. അങ്ങനെയുള്ള കോഡുകളെയാണ് നമ്മൾ കോഡോണുകൾ എന്ന് വിളിക്കുന്നത്. അതിനെ എന്തുകൊണ്ട് ട്രിപ്ലറ്റ് കോഡോൺ എന്ന് വിളിക്കാൻ കാരണം ഇവിടെ 3 നൈട്രജൻ ബേസുകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ജനറ്റിക് കോഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ദ mRNA വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ട ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു ചെറിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് നമ്മൾ ജനിതക കോഡുകളെന്ന് പറയുന്നത്. എന്താണ് ജനറ്റിക് കോഡെന്ന് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ജോർജ് ഗാമോ പറഞ്ഞു 64 കോഡുകളാണ് നിർമ്മിക്കാൻ പറ്റുന്നത് അല്ലേ. 20 അമിനോ ആസിഡുകൾക്ക് വേണ്ടി 64 കോഡുകളാണ്. അപ്പോൾ അദ്ദേഹം അതൊരു ചെക്കർ ബോർഡിലായിട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ജെനറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ചെക്കർ ബോർഡ് വരച്ച പോലെ അല്ലെ, പുന്നറ്റ് സ്ക്വയർ വരച്ച പോലെയുള്ള രീതിയിലാണ്. ഒരല്പം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നോക്കിക്കേ, നമ്മൾ 4 ബേസുകൾ, അതായത് RNAയിലുള്ള 4 ബേസുകളാണ് ഈ റൈറ്റ് സൈഡിലോട്ടും താഴോട്ടുമായിട്ട് റോസും കോളംസ് ആയിട്ടും വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ യുറാസിൽ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ അല്ലേ, UCAG ആ രീതിയിൽ. അതേപോലെ താഴോട്ടും കൊടുക്കുക. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതിയില്ലേ, അതേപോലെ തന്നെ ഇതും അങ്ങനെ എഴുതുക. 4 ബേസസ് ഇങ്ങോട്ടും എഴുതുക, 4 ബേസസ് താഴോട്ടും എഴുതുക. അപ്പോൾ എന്തുകൊണ്ടാണ് യുറാസിൽ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് ഈസ് mRNA, UCAG അല്ലേ. താഴോട്ടും എഴുതുന്നു, ഈ സൈഡിലോട്ടും എഴുതുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 ബേസുകളാണ് ശരിക്കും വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് യുവും കൂടി വരുമ്പോൾ യുന്നേ വരത്തുള്ളൂ അല്ലേ, ഒരെണ്ണം കൂടി വരണം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു കോളത്തിൽ തന്നെ ഈ സീക്വൻസുകളെ നമ്മൾ ഇവിടെയും കൂടി എഴുതുന്നു. ഈ ഒരു കോളത്തിൽ UCAG എന്നും
അതുപോലെ അടുത്ത കോളം വരുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്, UCAG അല്ലേ. ഇവിടെ വരുമ്പോഴും അതേപോലെ UCAG, വീണ്ടും അടുത്ത കോളത്തിലും വരുമ്പോൾ UCAG. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ 3 വെച്ചുള്ള ട്രിപ്ലറ്റുകൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ. ഈ യുവും ഇവിടുത്തെ യുവും കൂടി ചേരുമ്പോൾ UU അല്ലേ. ഇനി ഈ സൈഡിലുള്ള യുവിനെയും കൂടെ ക്യാരി ചെയ്ത് ഇവിടെ വെക്കുമ്പോൾ നമ്മൾ 3 U ആവും, UU എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെ വരും, UU, പിന്നെ ഇവിടെ രണ്ടാമത്തെ അടുത്ത് വരുന്ന സൈറ്റോസിനാണ് അല്ലേ. അപ്പം UUC എന്ന് വരും. ഇവിടെ വരുമ്പോഴും UUA അല്ലേ, UUG. അപ്പോൾ UU ചേർത്ത് ഇതെല്ലാം മൂന്നാമത്തെ പൊസിഷനിൽ വരും. അതുപോലെ ഓരോ കോളവും നമ്മൾ ഫില്ല് ചെയ്ത് പോവുകയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ ചെക്കർ ബോർഡ് മറ്റേ ചാപ്റ്ററിൽ ചെയ്ത പോലെ തന്നെ UCയുടെ കോമ്പിനേഷനാണ് അല്ലേ. UCയുടെ കൂടെ U വരുമ്പോൾ UCU, UCയുടെ കൂടെ C വരുമ്പോൾ UCC, UCA, UCG, അങ്ങനെ ഓരോ കോളവും നമ്മൾ ഫില്ല് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ഓരോ കോളം, സെക്കൻഡ് കോളം വരുമ്പോൾ സിയും യുവും ഉള്ള കോമ്പിനേഷനിൽ ഇത് എഴുതുന്നു. CUU എന്നും CUC എന്നും അല്ലേ. ഇത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോന്നും ഇതേപോലെ എഴുതി പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ AUയുടെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ AUU, AUC അല്ലേ, AUA, AUG എന്ന രീതിയിലാണ് ഓരോ കോളവും നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കോഡുകൾ കിട്ടും? 64 കോഡുകൾ ഇതിൽ വഴി നമുക്ക് ഈ ചെക്കർ ബോർഡ് വഴി ജനറ്റിക് കോഡിൻ്റെ അകത്ത് കിട്ടാറുണ്ട്. ഇനി ഈ ഓരോ കോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന കാണാം അല്ലേ. PHE, LEU എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡിനോട്ട് ചെയ്യുന്നത് ഓരോ അമിനോ ആസിഡുകളുടെ പേരുകളാണ്. അപ്പോൾ ഇപ്പോൾ UUU എന്ന് പറഞ്ഞാൽ അത് ഫീനൈൽ അലാനിൻ എന്നുള്ളൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. UCU എന്നാണെങ്കിൽ ഇത് സെറീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ അമിനോ ആസിഡ് നമുക്ക് ടോട്ടലി 20 അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ആ 20 അമിനോ ആസിഡ്സിനും ഇതേപോലെ കോഡുകൾ ഉണ്ട്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അതായത് ഈ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഇതേ സെയിം ഇങ്ങോട്ട് ക്യാരി ചെയ്തേക്കാണ്. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ എല്ലായിടത്തും നമുക്കറിയാം അമിനോ ആസിഡുകളുണ്ട് അല്ലേ. ഈ റോയിലെത്തുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ 3 കോഡിന് നേർക്ക് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഡിന് അമിനോ ആസിഡ് ഇല്ല എന്നാണ് അർത്ഥം. അതായത് അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ. അത് നമ്മൾ വ്യക്തമായിട്ട് ആ 3 കോഡുകളെ കുറിച്ച് പഠിക്കണം. 3 കോഡുകളാണ് സ്റ്റോപ്പ് കോഡോണുകൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, UAA, UAG ആൻഡ് UGA. ഈ മൂന്ന് കോഡുകളും നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. അത് ഒന്ന് ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. UAA എന്നും UAG എന്നും UGA. ഇപ്പോൾ UAGനെ തിരിച്ചിടുമ്പോൾ UGA എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ 3 കോഡുകളെയാണ് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്ന 3 എണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ബാക്കിയുണ്ട്? 64 എണ്ണം. 3 എണ്ണം പോയാൽ 61 എണ്ണം വരും അല്ലേ. ആ 61 എണ്ണത്തിനും ഓരോന്നിനും എന്തുണ്ട്? നമുക്ക് അമിനോ ആസിഡ്സിനെ ഇവിടെ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ അമിനോ ആസിഡ്സ് ഓരോന്നും നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ ഓരോന്നിൻ്റെയും ഫുൾ ഫോം എഴുതി വെച്ചിട്ടുണ്ട്. ALA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാനിൻ, ആർജിനിൻ, അസ്പാർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സൈറ്റിൻ, ഗ്ലൂട്ടാമിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫീനൈലലാനിൻ, പ്രോളിൻ, സെറീൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, വാലിൻ. അങ്ങനെയുള്ള ഓരോ അമിനോ ആസിഡുകളെയാണ് ഇവിടെ ഷോർട്ട് ഫോമിൽ സെറീൻ, ഫീനൈലലാനിൻ, ല്യൂസിൻ എന്ന രീതിയിൽ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ഒരു റെഡ് കളറിൽ ഒരു അമിനോ ആസിഡിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കോഡ് കൂടെ. ഈ കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇത് AUG എന്ന് പറയുന്ന കോഡാണ്. ഇറ്റ് കോഡ്സ് ഫോർ മെത്തിയോണിൻ. മെത്തിയോണിൻ നമ്മളിവിടെ പറഞ്ഞതാണ് 13ാമത്തെ അല്ലേ, മെത്തിയോണിൻ. ഈ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയും. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആദ്യത്തെ കോഡാണ്. എപ്പോഴും മിക്കവാറും ഉള്ള പ്രോട്ടീൻ്റെ അതേ ഫസ്റ്റ് കോഡായിരിക്കും AUG എന്ന് പറയുന്ന കോഡാണ് mRNAയിൽ വരുന്നത്.
അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിൻ്റെ പേരാണ് മെത്തിയോണിൻ. അപ്പോൾ ഈ ഒരു ചെക്കർ ബോർഡിൽ നിന്ന് നമ്മൾ എല്ലാത്തിൻ്റെയും പേരൊന്നും പഠിക്കണ്ട, പക്ഷേ ഈ സ്റ്റോപ്പ് കോഡോണിൻ്റെ കോഡുകൾ ഏതൊക്കെയാണെന്നും ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെ സ്റ്റാർട്ടിംഗ് കോഡോൺ ഏതാണെന്നും പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് കോഡോൺ AUGയും സ്റ്റോപ്പ് കോഡോൺ UAA, UAG ആൻഡ് UGA അങ്ങനെ 3 കോഡുകളും ഉണ്ടെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചാൽ മതി. ബാക്കി പേരുകളൊന്നും വേണമെന്നില്ല നമുക്ക്. അത് ഈ 64 കോഡുകൾ കൊണ്ട് 20 അമിനോ ആസിഡ് കണ്ടോ, ഇവിടെ 10 എണ്ണം ഇവിടെയും 10 എണ്ണം 20 അമിനോ ആസിഡ്സ് ആണ് ലിവിങ് ബോഡിയിൽ ലിവിങ് സിസ്റ്റത്തിലുള്ള ഒരു ലിവിങ് സെല്ലിൽ ഉള്ള അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിൽ കൂടുതൽ കോഡുകൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഫീനൈൽ അലാനിന് ദേ ഇവിടെ ഒരു കോഡുണ്ട്, ഇവിടെ ഒരു കോഡുണ്ട്. ല്യൂസീൻ എന്ന് പറയുന്നതിന് 6 കോഡുകളാണുള്ളത്. LEU എന്ന് പറഞ്ഞ് ല്യൂസീൻ 6 കോഡ്. അപ്പോൾ ചില കോഡുകൾക്ക് 2ഓ അതിൽ കൂടുതലോ കോഡുകൾ വരാറുണ്ട് അല്ലേ. പക്ഷേ അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, CUU, CUC, CUA, CUG എന്നൊക്കെ പറയുമ്പം ഈ CU കോമ്പിനേഷനാണ് എല്ലാം വരുന്നത് അല്ലേ. ലാസ്റ്റിലത്തെ ന്യൂക്ലിയോടൈഡിൽ മാത്രമേ അവിടെ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ തരം മ്യൂട്ടേഷൻസ് സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ മനസ്സിലാവുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ഓർക്കുക, 20 അമിനോ ആസിഡുകളെ നമ്മൾ കോഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 64 കോഡുകളുണ്ട്. അതിൽ 61 എണ്ണമാണ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ബാക്കി 3 എണ്ണം നോൺ കോഡിങ് കോഡുകൾ ആണ് അല്ലേ. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പ് കോഡുകൾ എന്ന് വിളിക്കും. ഇനി അത് ഓർത്തിരുന്നോണം, സ്റ്റോപ്പ് കോഡും ഇനിഷ്യേറ്റർ കോഡുമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്, ജനിതക കോഡുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. ഇപ്പം നമ്മൾ പഠിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 3 നൈട്രജൻ ബേസുകൾ ചേരുന്നതാണ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡുകളെല്ലാം ട്രിപ്ലെറ്റ് ആണെന്ന് പറയാൻ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, എ കോഡ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ് എന്ന് പറയണം. നിങ്ങളോട് ചോദിക്കും ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് കോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 3 ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്നുള്ളത് പറയണം. പിന്നെ നമ്മളിവിടെ പറഞ്ഞ് 61 കോഡുകളാണുള്ളത് അല്ലേ. 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്. 3 കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്, ഹെൻസ് ദേ ഫങ്ഷൻ ആസ് സ്റ്റോപ്പ് കോഡോൺ. 3 കോഡുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവർ 3 ഏതാണെന്ന് ബുക്കിൽ എഴുതി വെക്കുക, വ്യക്തമായിട്ട് എഴുതി വെക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റോപ്പ് കോഡോണുകൾ ഏതൊക്കെയാണ്? അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 കോഡോൺ കോഡ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്, ഹെൻസ് ഇറ്റ് ഈസ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോഡ് എടുത്താൽ ആ കോഡ് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ ഒരു കോഡ് UUU എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഏതിനെ മാത്രമേ കോഡ് ചെയ്യത്തുള്ളൂ? ഫീനൈൽ അലാനിനെ മാത്രമേ കോഡ് ചെയ്യത്തുള്ളൂ അല്ലേ. അല്ല വേറൊരെണ്ണം എടുക്കാം, CGU എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ എവിടെ കണ്ടാലും ഇറ്റ് കോഡ്സ് ഫോർ ആർജിനിൻ അല്ലേ. അപ്പം അങ്ങനെ ഒരു കോഡോൺ കോഡ് ഫോർ 1 അമിനോ ആസിഡ്, ഒരു കോഡ് ഒരു അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നാണ് പറയുന്നത്? സ്പെസിഫിക് ആണ്. അവിടെ വ്യക്തത കുറവൊന്നുമില്ല, നമ്മൾ വ്യക്തമായിട്ട് പറയാണ് ഇറ്റ് ഈസ് സ്പെസിഫിക് ആൻഡ് അൺആംബിഗ്വസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, കോഡുകൾ അൺആംബിഗ്വസും ആണ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു കോഡോൺ കോഡ് ഫോർ 1 അമിനോ ആസിഡ്, ഒരു കോഡ് ഒരു അമിനോ ആസിഡ് എന്ന് ഓർത്തിരിക്കുക. അതിനെയാണ് നമ്മൾ അൺആംബിഗ്വസ് എന്ന് പറയും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ചില അമിനോ ആസിഡ് നമ്മൾ എടുത്താൽ ആ അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡുകൾ വരാം അല്ലേ. ഇപ്പോൾ ല്യൂസീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, 6 കോഡുകൾ വരെ ഒരു അമിനോ ആസിഡിന് വരാം. കാരണം 64 കോഡുകളും ഉണ്ട്. ആ 64 കോഡിൽ നമ്മൾ പറഞ്ഞു 20 അമിനോ ആസിഡിനെയാണ് ഇവർ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അമിനോ ആസിഡിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കോഡുകൾ അല്ലെ 2ൽ കൂടുതൽ കോഡുകളൊക്കെ പലതിനും വരുന്നുണ്ട് അല്ലേ. ഇവിടെ പ്രോളീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിന് 4 കോഡ് വരുന്നുണ്ട്. അലാനിൻ എന്ന് പറയുന്നതിന് 4 വരുന്നുണ്ട്. വാലിൻ എന്ന് പറയുന്നതിന് 4 വരുന്നുണ്ട്.
ചിലതിന് 1 ഉള്ളൂ, ചിലതിന് 4 ഉണ്ട്, ചിലതിന് 2 ഉണ്ട്. ഇപ്പോൾ ഈ ഫീനൈൽ അലാനിന് 2 ഉള്ളൂ. ലൂസീൻ എന്ന് പറയുന്നതിന് 6 ഉണ്ട്. ആർജിനിൻ 4, സെറിന് 2, അങ്ങനെ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചില അമിനോ ആസിഡ്സിനെ നമ്മൾ എടുത്താൽ ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡ്. ഒന്നിൽ കൂടുതൽ കോഡുകൾ ചില അമിനോ ആസിഡിനുണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നത്? ഡീജനറേറ്റ് ആണെന്ന് പറയുന്നത്, അല്ലേ? അവിടെ ഒരു എന്തോ ഒരു ഡീജനറസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്തോ ഒരു മ്യൂട്ടേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ CUU എന്ന് വരുന്നു, CCUC എന്ന് വരുമ്പോൾ ഈ മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിൽ ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെയാണ്, CC എന്നല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡീജനറസി, എന്തോ ഒരു ചെറിയ തരം മ്യൂട്ടേഷൻസ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡീജനറേസി എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിക്കും അമിനോ ആസിഡ്സ് ആർ ഡീജനറേറ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിൽ കൂടുതൽ കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡീജനറേറ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ കോഡോൺ ഈസ് റെഡ് ഇൻ mRNA in a contagious fashion. There are no punctuations. ഇപ്പം നമ്മൾ mRNA എടുത്ത് നോക്കിയാൽ ഇങ്ങനെ നിരന്ന് ന്യൂക്ലിയോടൈഡ്സ് ഇരിക്കുകയാണ്. അവിടെ 3 വീതമുള്ള ഡിവിഷൻസ് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മളാണ് വരയിട്ട് 3 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ വരയിട്ട് കാണിച്ചേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു mRNA സീക്വൻസ് എടുത്താൽ അവിടെ എന്തില്ല? സെപ്പറേഷൻസ് ഇല്ല. ഇറ്റ് ഈസ് ഇൻ കണ്ടീജിയസ് ഫാഷൻ. കണ്ടീജിയസ് ഫാഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. അവിടെ കുത്തോ കോമയോ അല്ലെങ്കിൽ സ്പേസോ ഒന്നുമില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അതിനെയാണ്. അപ്പോൾ കോഡോൺ ഈസ് റെഡ് ഇൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ UACUGG എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നേരത്തെ അങ്ങ് വായിക്കുകയാണ്, അല്ലേ? അങ്ങനെ വായിക്കുന്നതിനെയാണ് കണ്ടീജിയസ് ഫാഷനിലാണ് കോഡുകൾ എന്ന് നമ്മൾ പറയുന്നു. അതാണ് 4ാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. കോഡ് യൂണിവേഴ്സലാണ്. ലോകത്ത് എവിടെ പോയി ഏതൊരു ജീവിയെ എടുത്ത് നമ്മൾ നോക്കിയാലും ഈ കോഡുകൾ, ഇപ്പോൾ UUU എന്നൊരു ജീവിയുടെ സെല്ലിൻ്റെ അകത്തെ ഒരു കോഡ് നമ്മൾ കിട്ടിയാൽ ആ കോഡ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? ഫീനൈൽ അലാനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. ഫോർ എക്സാമ്പിൾ, ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ, ബാക്ടീരിയ തൊട്ട് ഹ്യൂമൻ ബീയിങ് വരെ ദ UUU വുഡ് കോഡ് ഫോർ ഫീനൈൽ അലാനിൻ. ഏത് ജീവി നമ്മളെടുത്ത്, ഏത് മൃഗങ്ങളായാലും ബാക്ടീരിയ ആയാലും മനുഷ്യനായാലും ഏതിൽ ഉള്ള നമ്മൾ ജനിതക കോഡ് എടുത്ത് നോക്കിയാൽ UUU തന്നെയല്ല, ഏത് കോഡ് എടുത്ത് നോക്കിയാലും ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. എല്ലാവരിലും ഒരേപോലെയാണ് കോഡ് എന്നാണ് പറയുന്നത്. അതാണ് 5ാമത്തെ പോയിന്റ്. ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. പക്ഷേ അവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. സം എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ദ മൈറ്റോകോൺട്രിയൽ കോഡോൺ ആൻഡ് ഇൻ സം പ്രോട്ടോസോവൻസ്. ചില മൈറ്റോകോൺട്രിയൽ കോഡോണുകൾ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ സെൽ ഓർഗനലുകളാണ്. അപ്പോൾ ചില പ്രോട്ടോസോവൻസിൻ്റെ അകത്ത് ഈ പാരാമീസിയം പോലുള്ള ജീവികളിൽ അവരുടെ മൈറ്റോകോൺട്രിയയിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതുമായിട്ട് എക്സെപ്ഷൻസ് ഉണ്ട്, ചില യൂണിവേഴ്സൽ അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും 99% ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അപ്പോൾ 5ാമത്തെ പോയിന്റ് ആണ് ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത് AUG ഹാസ് ഡുവൽ ഫങ്ഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഈ സാലിയൻ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോന്നായിട്ട് നിങ്ങളോട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് AUG ഹാസ് ഡുവൽ ഫങ്ഷൻ. AUGക്ക് 2 ഫങ്ഷനുണ്ട്. ഡുവൽ മീൻസ് 2, അല്ലേ? ഇറ്റ് കോഡ്സ് ഫോർ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അത് മെത്തിയോണിനെ എന്ന് പറയുന്ന കോഡ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, അല്ലേ? ഇറ്റ് കോഡ്സ് ഫോർ മെത്തിയോണിൻ ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് ആൻ ഇനിഷ്യേറ്റർ കോഡോൺ. അതെന്തായിട്ടും ആക്ട് ചെയ്യും? ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയും. അതായത് നമ്മളൊരു mRNA എടുത്ത് നോക്കിയാൽ അതിൻ്റെ 5' എൻഡിലെ ആദ്യത്തെ കോഡ് എപ്പോഴും എന്തായിരിക്കും? AUG ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയും. ഈ AUG എന്ന് പറയുന്നത് ഇനിഷ്യേറ്റർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും AUG വന്നാൽ ഇറ്റ് ഓൾസോ കോഡ് ഫോർ മെത്തിയോണിൻ. ഇനിഷ്യേറ്റർ ആയിട്ട് മെത്തിയോണിനെ കോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് കോഡ് ഫോർ മെത്തിയോണിൻ. അപ്പോൾ ഇതിന് 2 ജോലിയാണ്. ഇനിഷ്യേറ്റർ കോഡോണുമായിട്ട് ആക്ട് ചെയ്യും, അല്ലാതെ മെത്തിയോണിനെയും കോഡ് ചെയ്യും.
അതാണ്. സോ AUG ഹാസ് എ ഡുവൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ AUG ഡുവൽ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് കോഡ് ഫോർ മെഥിയോണിൻ ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് ഇനിഷ്യേറ്റർ കോഡോൺ. അത് ഈ 2 പോയിൻ്റാണ് അവിടെ എഴുതേണ്ടത്. ആറാമത്തെ പോയിന്റ്. അപ്പോൾ സാലൈൻ ഫീച്ചേഴ്സ് നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണ്. അത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോണം. ജനറ്റിക് കോഡിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഒന്നുകൂടി വായിക്കാം. ദ കോഡോൺ ഈസ് ട്രിപ്ലറ്റ്. 61 codons code for amino acid and 3 codons do not code for any amino acid. Hence they function as stop codons. 2 1 codon code for only 1 amino acid. അവിടെ വ്യക്തമായിട്ടൊന്നുമില്ല, എല്ലാം ഒരു കോഡ് ഒരു അമിനോ ആസിഡ്. അതാണ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക് എന്ന് പറയുന്നത്. സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഒന്നിൽ കൂടുതൽ കോഡുകളുണ്ട്. അതുകൊണ്ട് the code is degenerate. 4. The codon is read in mRNA in a contiguous fashion അല്ലെങ്കിൽ continuous fashion. There are no punctuations. 5ാമത്തെ പോയിന്റ്, the code is nearly universal. For example, from bacteria to human, UUU would code for phenylalanine, and some exception to this rule have been found in mitochondrial codon and in some protozoans. AUG has dual function. It code for methionine and it also acts as initiator codon. ഇത്രയാണ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജനറ്റിക് കോഡിൽ നമ്മൾ വ്യക്തമായിട്ട് ഓർക്കേണ്ട 2 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങളോട് ആ ചെക്കർ ബോർഡൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ജോർജ് ഗാമോവിനെ ഓർത്തിരുന്നോണം. ജനിതക കോഡ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ജോർജ് ഗാമോ. പിന്നെ വേറെ 2-3 ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ പറഞ്ഞു. ഹർഗോബിന്ദ് ഖൊരാന, മാർഷൽ നിരൻബർഗ്, സിവീറോ ഒക്കാവ എന്ന് പറയുന്ന ആൾ. 3 പേർക്കും കൂടെ ആണ് ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചതിന് എന്ത് കിട്ടിയേ, നോബൽ പ്രൈസൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ ഈ സാലൈൻ ഫീച്ചേഴ്സ് എല്ലാം തന്നെ പഠിച്ചു വെച്ചേക്ക്. ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺആംബിഗ്വസ് ആണ്, അല്ലെങ്കിൽ AUG ഹാസ് ഡുവൽ ഫങ്ഷൻ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. ട്രിപ്ലറ്റ് അതും പലപ്പോഴും ചോദിക്കുന്നതാണ്. ട്രിപ്ലറ്റ് ആണ് എന്തുകൊണ്ട് ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ട്രാൻസ്ലേഷനും ബാക്കി കാര്യങ്ങളും പഠിക്കാം.